എടാ, ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും മാച്ചിങ് അല്ല. നീ ഈ ഡ്രസ്സിൽ ഭയങ്കര വണ്ണം തോന്നിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചില ഡ്രസ്സസ് നമുക്ക് നമ്മൾ ഫാറ്റി ആയ ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഡ്രസ്സിങ് സ്റ്റൈലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ സ്ലിമ്മായ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡ്രസ്സിങ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പം ഒരിക്കലും സ്റ്റിഫായിട്ട് കിടക്കുന്ന, അതായത് നമ്മുടെ കോട്ടൺ പോലെയുള്ള സ്റ്റിഫായിട്ട് കിടക്കുന്ന ക്ലോത്ത്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷിഫോൺ അതുപോലെയുള്ള ഫാബ്രിക്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫ്ലോയി ആയ ക്ലോത്ത്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് നമ്മളൊരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സെക്കൻഡ് വൺ, സൈസ് ഓഫ് ഡ്രസ്സാണ്. നമ്മൾ പല ആളുകളും തടിയുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഞാൻ ഭയങ്കര തടിയാണല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര ഓവർ ലൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അവരെ കൂടുതൽ ഫാറ്റി ആയിട്ട് തോന്നിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ തടിയുള്ള ആളുകളാണെങ്കിലും ഭയങ്കര ടൈറ്റ് ആയതുമല്ല എന്നാൽ ഭയങ്കര ലൂസ് ആയതുമല്ല, നമ്മൾ നോർമലി വെയർ ചെയ്യുന്ന പോലത്തെ ഡ്രസ്സസ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഒരു നോർമൽ ഒരു ഫാറ്റി ഇല്യൂഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ഒന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാർഡിഗണോ അല്ലെങ്കിൽ ഓവർ കോട്ട്സ്, ലെങ്തി ആയിട്ടുള്ള ഓവർ കോട്ട്സോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് കളറാണ്. നമ്മളൊരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഡാർക്ക് കളറ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറ് നമ്മൾ ഒരു പ്രത്യേക കഴിവാണ് ഈ ബ്ലാക്ക് കളറിന് നമ്മളെ ഒന്ന് സ്ലിം ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് കളേഴ്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ലൈറ്റ് കളേഴ്സ് നമ്മളെ ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ കാരണമാവും. സോ ലൈറ്റ് കളേഴ്സ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ പാറ്റേൺ ആണ്. അതായത് നമ്മൾ പല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുമ്പം മാക്സിമം വേർട്ടിക്കലി, അതായത് ഇതുപോലെ വേർട്ടിക്കലി ഡിസൈൻസ് വരുന്ന ഡ്രസ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഹൊറിസോണ്ടലി ഡിസൈൻസ് വരുന്ന ഡ്രസ്സസ് യൂസ് ചെയ്യാതിരിക്കുക. വേർട്ടിക്കലി നമ്മൾ ഡിസൈൻസ് വരുന്ന ഡ്രസ്സസ് യൂസ് ചെയ്താൽ നമുക്കവിടെ ഒരു സ്ലിമ്മായി തോന്നിക്കാനുള്ളൊരു അങ്ങനെ ഒരു ഇല്യൂഷൻ നമുക്കവിടെ ക്രിയേറ്റ് ആവും. സോ വേർട്ടിക്കലി ഡിസൈൻസ് വരുന്ന ഡ്രസ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിയ വലിയ ഫ്ലവേഴ്സ്, നമ്മൾ ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന പ്രിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഫ്ലവേഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ മാക്സിമം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വരുന്ന ഡിസൈൻസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോൾക്ക ഡോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വലിയ പോൾക്ക ഡോട്ട്സ് വരുന്ന ഡിസൈൻസ് ചൂസ് ചെയ്യാതിരിക്കുക. എല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയാലും പോൾക്ക ഡോട്ട്സ് ആയാലും ഒക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പർ ബോഡി കൂടുതലായിട്ടുള്ളവർ ലൂസായിട്ടുള്ള ടോപ്സ് വെയർ ചെയ്തിട്ട് അതിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈറ്റിൽ വരുന്ന പാൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബോഡി ബാലൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സിക്സ്ത് വൺ എന്ന് പറയുന്നത് നമ്മൾ ഹൈ വേസ്റ്റ് ആയിട്ടുള്ള പാൻസ് അല്ലെങ്കിൽ സ്കേർട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി ബാലൻസിങ് കീപ്പ് ചെയ്യാനും അതുവഴി നമുക്കൊരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ലീവ്സിനെ കുറിച്ചിട്ടാണ്. ഒരിക്കലും നമ്മൾ ഹാഫ് സ്ലീവ്സ് ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഫുൾ സ്ലീവ്സോ അല്ലെങ്കിൽ 3/4 സ്ലീവ്സോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ ഒരു പോർഷൻ, ഹാൻഡിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നിക്കുന്ന ഒരു പോർഷനാണ്. സോ നമ്മളത്
കവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെ ഒരു ഫാറ്റി ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഹാഫ് സ്ലീവ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഹാഫ് സ്ലീവ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസായി കിടക്കുന്ന ബെൽ സ്ലീവ് അല്ലെങ്കിൽ അംബ്രല്ല സ്ലീവ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹാഫ് സ്ലീവ്സ് യൂസ് ചെയ്യുമ്പം ചെസ്റ്റിന് നേരെ നമ്മൾ സ്ലീവ്സ് ഒരിക്കലും എൻഡ് ചെയ്യിക്കാതിരിക്കുക. ഒന്നെങ്കിൽ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിട്ട് സ്ലീവ്സ് എൻഡ് ചെയ്യുക. നമ്മൾ ചെസ്റ്റിന് നേരെയായിട്ട് സ്ലീവ്സ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നിക്കും. നെക്സ്റ്റ് നമ്മൾ നെക്കിനെ കുറിച്ചാണ് പറയുന്നത്. നെക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പം എപ്പോഴും വി നെക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നേരെ മറിച്ച് നമ്മൾ കോളർ നെക്ക് അല്ലെങ്കിൽ ബന്ദ് നെക്ക് അതുപോലെ ഹൈ നെക്കൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു അപ്പർ ബോഡി ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നിക്കുകയും നമുക്കൊരു ഫാറ്റി ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. സോ നമ്മൾ മാക്സിമം കോളർ നെക്ക് പോലെയുള്ള നെക്സൊക്കെ ഒഴിവാക്കുക. വി നെക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ആക്സസറീസിൻ്റെ കാര്യം. നമ്മൾ ആക്സസറീസിൻ്റെ കാര്യത്തിലും കൂടി കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സ്ലിം ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് നമ്മൾ നെക്ലേസ് ചൂസ് ചെയ്യുമ്പം എപ്പോഴും ലോങ് ആയിട്ട് കിടക്കുന്ന നെക്ലേസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇയറിങ്സ് ചൂസ് ചെയ്യുമ്പം വലിയ ഇയറിങ്സ് ഒക്കെ ചൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫുട് വെയേഴ്സ്, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫുട് വെയേഴ്സ് ചൂസ് ചെയ്യുമ്പം കുറച്ചൊരു ഹീൽസ് വരുന്ന ഫുട് വെയേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലിമ്മായൊരു ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ലിമ്മായൊരു ഇല്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ കംഫർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ടായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.